ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എജുപോഡ്. ലിബാൻ സാറാണ്. അപ്പം എങ്ങനെയുണ്ടാണ് നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ്സസ് ഒക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ടല്ലേ? മിക്ക സ്കൂളുകളിലും ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ റിവൈസ് ചെയ്യുകയും അതുപോലെ തന്നെ സീരീസ് ടെസ്റ്റുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സോ നിങ്ങൾക്ക് അക്കൗണ്ടൻസി എല്ലാ ആൾക്കാർക്കും തലവേദനയാണ്. പല ആൾക്കാർക്കും തലവേദനയാണ്. ചില കുട്ടികൾക്ക് അക്കൗണ്ടൻസി സിമ്പിളാണ്. കാരണം അവരെന്ത് ചെയ്യും, അവർക്ക് ഈ അക്കൗണ്ടൻസി ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അക്കൗണ്ടൻസി ഇഷ്ടപ്പെട്ട് പഠിക്കാം, അതെങ്ങനെ ട്രിക്കായിട്ട് എന്ത് ചെയ്യാൻ പഠിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്യാം. +1 കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ അക്കൗണ്ടൻസി പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ എന്തായാലും ഇത് ഷെയർ ചെയ്യണം. അവർക്ക് നല്ല രീതിയിൽ ഇത് ഉപകാരപ്പെടും. സോ നമുക്ക് നോക്കാം. നമ്മുടെ +1 കൊമേഴ്സിലെ പ്രോബ്ലം ചാപ്റ്റേഴ്സ് ഉള്ളത് ഏതാണ്? അക്കൗണ്ടൻസി, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, അക്കൗണ്ടൻസിയും എക്കണോമിക്സും, പിന്നെ ചില ആൾക്കാർക്ക് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ചിലർക്ക് മാത്സ്, ചിലർക്ക് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ അതാണ് അതിലെ വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ് അക്കൗണ്ടൻസിയിലെ. കാരണം അതെന്തുണ്ട്, അത്യാവശ്യം കണക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് മൊത്തം 9 ചാപ്റ്റർ ഉള്ളത് അല്ലേ? സോ മൊത്തം എന്താണ്, 9 ചാപ്റ്റർ. ഈ 9 ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 4 പാർട്ടാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 9 ചാപ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 പാർട്ടാക്കാം. സോ 9 ചാപ്റ്റർ, അതിൽ 1, 2, 3, 4. അതെങ്ങനെ 4 പാർട്ട് എന്ന് പറയുന്നത്? പാർട്ട് 1 ആദ്യത്തെ ചാപ്റ്ററും രണ്ടാമത്തെ ചാപ്റ്ററും എന്താ, ഇൻട്രൊഡക്ഷൻ അല്ലേ? ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻട്രൊഡക്ഷൻ ഉണ്ട്, തിയറി ബേസ് ഉണ്ട്. എന്താണ് തിയറി ബേസ് ഉണ്ട് അല്ലേ? സോ ഈ 2 ചാപ്റ്ററിന് പ്രത്യേകത എന്താ? ഇതാണ് നിങ്ങളുടെ ആകെയുള്ള 2 തിയറി, കംപ്ലീറ്റ്ലി തിയറിറ്റിക്കൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. ഇതിന് ഏകദേശം നിങ്ങൾക്ക് എത്ര മാർക്ക് ചോദിക്കും? 8 മുതൽ 10 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിന് മാത്രം ചോദിക്കും. 8 മുതൽ 10, ചിലപ്പം 12 മാർക്കിൽ വരെ എന്തുണ്ടാകും, ഈ ഒരു ചാപ്റ്ററിന് എക്സാമിൽ ചോദിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചാൽ മതി. ജസ്റ്റ് കാണാതെ പഠിക്കുക മീൻസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്? ഈ 1ാമത്തെ ചാപ്റ്ററിലുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ ചില ടേംസുകളുണ്ട്, ചില വാക്കുകളുടെ ഡെഫിനിഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അത് ജസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. കുറച്ച് മാത്രമേ ഉള്ളൂ. 2ാം ചാപ്റ്ററിൽ 13 ബേസിക് കൺസെപ്റ്റ് ഉണ്ട്. അതിൽ 4 വളരെ ഇമ്പോർട്ടൻ്റ്. എന്തൊക്കെ? എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്, മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റും കൺസർവേറ്റിസം കോൺസെപ്റ്റും. ഈ 4 2 ഉറപ്പായിട്ടും ചോദിക്കും. അതിന് പുറമെ വേറെയും ചോദിക്കും. മൊത്തം ഏകദേശം ഒരു 5-6 മാർക്ക് 2ാമത്തെ ചാപ്റ്ററിന് ചോദിക്കും. സോ അതിലെ GST എന്നൊരു മാർക്കും ഈ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിലെ ബേസിക് കോൺസെപ്റ്റ്സും ഒക്കെ എന്ത് ചെയ്യും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇത് കാണാതെ പഠിക്കാനുള്ള ചെറിയ ചാപ്റ്റേഴ്സ് മാത്രമാണ്. സോ അത് നമുക്ക് ഈസിയായി എന്ത് ചെയ്യാൻ പറ്റും, വെറും ഒരു 2 മണിക്കൂർ ഇരുന്നാൽ തന്നെ അതിൽ ഫുൾ മാർക്ക് നമുക്ക് കരസ്ഥമാക്കാൻ പറ്റും. ഇനിയാണ് പാർട്ട് 2. എന്താണ്? റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ അല്ലേ? ട്രാൻസാക്ഷൻ ഇതെന്തുണ്ട്, ഇത് 2 ചാപ്റ്റർ ഉണ്ട്, 1 and 2. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1 and 2 അഥവാ 3ാമത്തെയും 4ാമത്തെയും ചാപ്റ്റേഴ്സ്, 3ഉം 4ഉം ചാപ്റ്റർ എന്താ, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1ഉം 2ഉം. ഇവിടെയാണ് നിങ്ങൾക്ക് ഈ എക്സാമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പാർട്ടുകളിൽ ഒന്ന്. എന്തൊക്കെയാണ്? ജേർണൽ എൻട്രി, ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്കിലെ 8 മാർക്കിൻ്റെ ഡബിൾ കോളം ക്യാഷ് ബുക്ക് ഇതിന്ന് വരും. അതുപോലെ ജേർണൽ എൻട്രി ഉറപ്പാണ്, 100% ജേർണൽ എൻട്രി വരും. അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിന് അടക്കം വന്നൊരു ചോദ്യമാണ് അല്ലേ? അതുപോലെ തന്നെ വേറെ എന്തൊക്കെയുണ്ട്, നമ്മുടെ അക്കൗണ്ടിങ്ങിൻ്റെ റൂൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അതുപോലെ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, ഇതിലെ വേറെയും ഒരുപാട് ബുക്ക് ഉണ്ട്, പക്ഷേ ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അതുപോലെ ഒരു 2 മാർക്കിനെങ്കിലും തിയറി ആയിട്ട് ഈ ചാപ്റ്റർ ചോദിക്കും. 2 മാർക്കിനെങ്കിലും മിനിമം തിയറി ആയി ചോദിക്കും. അതായത് സെയിൽസ് ബുക്കിൽ എന്തൊക്കെ റെക്കോർഡ് ചെയ്യും, സെയിൽസ് എന്ത് സെയിൽ, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ളത്. അതുപോലെ ക്യാഷ് ബുക്ക് എന്ത് വെച്ചിട്ടാണ് തുടങ്ങുക, എന്ത് വെച്ചിട്ട് അവസാനിക്കുക, അതിന് എന്ത് ബാലൻസ് ഉണ്ടാകും, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ എന്തുണ്ടാകും, ജനറലി ഈ ഒരു ചാപ്റ്റർ ചോദിക്കും. അത്യാവശ്യം ഒരുപാട് ടൈം എടുത്തിട്ട് തന്നെ പഠിക്കാനുണ്ട്. ജേർണൽ എൻട്രി, അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ പ്രോബ്ലം, പിന്നെ എന്താ ഉള്ളത്, ലെഡ്ജർ നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ലെഡ്ജർ പഠിക്കണം, പക്ഷേ ലെഡ്ജർ എക്സാമിന് ചോദിക്കില്ല. പക്ഷേ ലെഡ്ജറിൻ്റെ ബുക്സുകൾ, സബ്സിഡറി ബുക്കുകൾ എന്ത് ചെയ്യും, നിങ്ങളുടെ 2ാമത്തെ സെക്കൻഡ് അഥവാ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 2 ചാപ്റ്റർ എന്ത് ചെയ്യും, ചോദിക്കും. സോ ഇതിൻ്റെ വെയിറ്റേജ് എന്താണ്, ഇതിന് ഏകദേശം 14 മുതൽ 16 മാർക്ക് വരെ ഈ ചാപ്റ്റർ ചോദിക്കും. 16 അല്ല, ഈവൻ 18 മാർക്കിന് വരെ എന്തുണ്ടാകും, ഈ ഒരു ചാപ്റ്ററിൻ്റെ എക്സാമിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. 14 മുതൽ 16 വരെ അത്യാവശ്യം നല്ലൊരു വെയിറ്റേജ് വരുന്നൊരു പാർട്ടാണ്. ഇനി നെക്സ്റ്റ് പാർട്ട് 3. ഇവിടെയാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരിക. എന്തൊക്കെയാണ്? BRS, അതുപോലെ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ, പിന്നെ ലാസ്റ്റ് എന്താണ്, റെക്ടിഫിക്കേഷൻ കഴിഞ്ഞാൽ ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ്സ്. സോ 3 ചാപ്റ്ററിന് എന്തൊക്കെയാണ്, 5, 6, 7. ഈ 3 ചാപ്റ്റർ അത്യാവശ്യം ഡിഫറെൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ബാക്കിയൊക്കെ കണക്റ്റഡ് ആണ്, പക്ഷേ ഇത് ഭയങ്കര ഡിഫറെൻറ്റാണ്. BRS ഒരു സെപ്പറേറ്റ് ചാപ്റ്ററാണ്, ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ വേറെ സെപ്പറേറ്റ് ചാപ്റ്ററാണ്, ഡിപ്രിസിയേഷൻ വേറെ ചാപ്റ്ററാണ്. ഈ BRS പഠിക്കാന്നുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതെന്ത് ചെയ്യണം,
നിങ്ങൾ അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ ക്ലാസ്സൊക്കെ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യുക ആപ്പിലും അതുപോലെ യൂട്യൂബിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BRSൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇനി കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് കാണാതെ പഠിക്കുക. അതിൻ്റെ ഫോർമാറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം നിങ്ങൾ ചെയ്യാം. മാത്രമല്ല BRSൻ്റെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. എന്തൊക്കെയാണ് ഈ ഡിഫറൻസ് വരാനുള്ള കാരണങ്ങൾ എന്നുള്ളത് മിക്കവാറും എക്സാമിന് ചോദിക്കും. നെക്സ്റ്റ് ട്രയൽ ബാലൻസ് റെക്ടിഫിക്കേഷൻ. ട്രയൽ ബാലൻസ് നിർമ്മിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഡെബിറ്റ് ക്രെഡിറ്റിലെ അത് അറിഞ്ഞാൽ മാത്രം മതി അല്ലേ. അസറ്റും ലൈബിലിറ്റീസ് ഒക്കെ അസറ്റ് എക്സ്പെൻസ് എവിടെ ചെയ്യണം, ഡെബിറ്റ് സൈഡിൽ എഴുതണം. ലൈബിലിറ്റി ഇൻകം അതുപോലെ തന്നെ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. അത് മാത്രമേ ട്രയൽ ബാലൻസ് ഉള്ളൂ. പിന്നുള്ളത് റെക്ടിഫിക്കേഷൻ. റെക്ടിഫിക്കേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്, കാരണം അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്. സോ അതിൽ ജനറലി നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാത്രമല്ല റെക്ടിഫിക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാം. എന്നാലും അത് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഒരു 6 മോഡലെങ്കിലും നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസിലി എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു 6 മോഡലൊക്കെ തന്നെ സാധാരണ ചോദിക്കാറുള്ളൂ. ലാസ്റ്റ് ഡിപ്രിസിയേഷൻ പ്രൊവിഷൻസ് റിസർവ്. ഇതിൻ്റെ ഡിപ്രിസിയേഷൻ്റെ ജേണൽ എൻട്രിയും അതുപോലെ തന്നെ അസറ്റ് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പഠിക്കണം. കാരണം അത് ഉറപ്പായിട്ടും ചോദിക്കും. അതുപോലെ പ്രൊവിഷൻ റിസർവ് എന്നൊരു മാർക്ക്, അല്ലെങ്കിൽ ഡിപ്രിസിയേഷനുമായി റിലേറ്റഡ് ഒരു 2 മാർക്ക്, മൊത്തം 2 മാർക്ക് എന്ത് ചെയ്യും തിയറി ഒരു ചാപ്റ്റർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ റെക്ടിഫിക്കേഷനും BRSനും അതൊന്നും എന്ത് ചെയ്യും ഒരു 5 മാർക്ക് നിങ്ങൾ തിയറി മിക്കവാറും ചോദിക്കും. മൊത്തം ഈ 3 ചാപ്റ്ററും കൂടി കൂട്ടുകയാണെങ്കിൽ 21 to 23 മാർക്സ് ഉണ്ടാകും. ഇതിന് വെയിറ്റേജ് ഉണ്ട്. അപ്പം ചെറിയ പോർഷൻ ഒന്നുമല്ല, 3 ചാപ്റ്റർ ആണെങ്കിലും അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. അവസാനത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ഇത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് അല്ലേ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ജസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. 2ലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉള്ളത്. നിങ്ങളുടെ 8 മാർക്കിന് ക്വസ്റ്റ്യൻ അടക്കം ഈ ചാപ്റ്റർ അതാ ഒന്ന് ഡബിൾ കോളം ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ ജേണൽ എൻട്രി, അല്ലെങ്കിൽ ഈ ഒരു 8 മാർക്ക്. അതുപോലെ ഈ 8 മാർക്കിന് ഫൈനൽ അക്കൗണ്ട്സിൻ്റെ ക്വസ്റ്റ്യനും. ഇത് ഉറപ്പാണ് 8 മാർക്കിന് ഫൈനൽ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻ എന്നുള്ളത്. സോ ഈ ചാപ്റ്റർ രണ്ടും റിലേറ്റ് ചെയ്തിട്ട് ഏകദേശം 20 to 22 മാർക്ക്, 2 ചാപ്റ്ററിന് 20 to 22 മാർക്സ് ഉണ്ടാകും വെയിറ്റേജ് ഈ എക്സാമിന് ഉണ്ടാകും. കാരണം ഫൈനൽ അക്കൗണ്ട്സിന് 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാനുള്ള ക്വസ്റ്റ്യൻ എന്തുണ്ടാകും, ഇന്ന് ചോദിക്കും. ഒരു 3 മാർക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ ഒരു 2 മാർക്കിനെങ്കിലും തിയറി ക്വസ്റ്റ്യൻസ് എന്തുണ്ടാകും, ഇതെന്ന് ചോദിക്കുകയും ചെയ്യും. മൊത്തം 8 + 5 13 മാർക്ക്. പിന്നെ 3 മാർക്കിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് 16 മാർക്ക്. ഒരു 2 or 3 ചിലപ്പോൾ ഈവൻ 4 മാർക്ക് വരെ തിയറി. ഇനി അല്ലാതെയും ക്വസ്റ്റ്യൻസ് വന്നാൽ അതൊരു 21-22 മാർക്ക് വരെ എന്തുണ്ടാകും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. സെറ്റായി. നിങ്ങൾക്ക് ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ഔട്ട്ലുക്ക് മനസ്സിലായില്ലേ. അപ്പം ഏകദേശം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾക്ക് 2 hours മതി. എന്താണ്, വെറും 2 മണിക്കൂർ എന്താ മതി ഈ ഒരു പോർഷൻ പഠിക്കാൻ മതി, 2 hours. പക്ഷേ ഇത് പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് വേണം, ഉറപ്പായിട്ടും ഒരു 6 hours എങ്കിലും വേണം. ഈ 2 ചാപ്റ്റർ പഠിക്കാൻ ഉറപ്പായിട്ടും 6 hours വേണം. ഈ പോർഷൻ പഠിക്കാൻ നിങ്ങൾക്ക് എന്തുണ്ടാകും, 6.5 hours വേണം. കാരണം 3 ചാപ്റ്റർ ഉണ്ട്. പക്ഷെ അവസാനത്തെ 2 ചാപ്റ്റർ ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 5 അല്ലെങ്കിൽ 5 hours ജനറലി 5 hours എടുത്താൽ മതി. കാരണം ഇത് ഒരുപാട് വെയിറ്റേജ് ഉണ്ടെങ്കിലും കുറച്ചേ പഠിക്കാനുള്ളൂ. കാരണം അതിൻ്റെ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എങ്ങനെ ട്രേഡിംഗ് അക്കൗണ്ട്, എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, എങ്ങനെ ബാലൻസ് ഷീറ്റ്, പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് മാത്രം ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കുക. ആ അഡ്ജസ്റ്റ്മെൻറ്റ്സ് പഠിക്കാൻ ഒരു ടേബിൾ ഉണ്ട് അല്ലേ. ആ ടേബിൾ എവിടെ ഡെബിറ്റ് ചെയ്യണം, എവിടെ ക്രെഡിറ്റ് ചെയ്യണം, ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ വരണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ എങ്ങനെ വരണം, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ വരണം എന്നുള്ള ഒരു ടേബിൾ എന്ത് ചെയ്യുക നിങ്ങൾ പഠിച്ചു വെച്ചാൽ എന്ത് ചെയ്യും, ഈസി ആയിട്ട് ഈ ഒരു 8 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. ഇനി എങ്ങനെയാണ് പഠിക്കാനുള്ള മെത്തേഡ്? റീഡ് വായിച്ച് അക്കൗണ്ടൻസി പഠിക്കാൻ പറ്റുമോ? ഇല്ല മക്കളെ, റീഡ് ഒരിക്കലും വായിച്ച് നിങ്ങൾ പഠിക്കുകയേ ചെയ്യരുത്. അക്കൗണ്ടൻസി ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ കണ്ടു, ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ വായിച്ചാൽ അത് പഠിയൂല. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്താലേ നിങ്ങൾക്ക് പഠിയുള്ളൂ. അതൊരിക്കലും വായിച്ചാൽ എന്തില്ല, പഠിയില്ല, 100% ഗ്യാരണ്ടിയാണ്. ആദ്യത്തെ 2 ചാപ്റ്റർ ഒന്നും അതുപോലെ തന്നെ 2 ചാപ്റ്റർ മാത്രം എന്താ മതി, നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. പിന്നെ തിയറിറ്റിക്കൽ പോർഷൻ ഇതുമായി ബന്ധപ്പെട്ട തിയറി പോർഷൻസ് ഉണ്ട്. BRSൽ തിയറി ഉണ്ട്. പിന്നെ എവിടെ തിയറി ഉള്ളത്, പിന്നെ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷനിൽ കുറച്ച് തിയറീസ് ഉണ്ട്. സോ റിലേറ്റ് ചെയ്തുള്ള കുറച്ച് തിയറീസ് മാത്രം വായിച്ച് പഠിക്കുക, ബാക്കിയൊന്നും നിങ്ങൾ വായിച്ച് പഠിക്കരുത്. റൈറ്റ്, നിങ്ങൾ എഴുതി എന്ന് നിങ്ങൾ പഠിക്കണം. എഴുതി പഠിക്കാൻ മീൻസ് എന്താ, ക്വസ്റ്റ്യൻ എഴുതി പഠിക്കണം. നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് റിവൈസ്. ഒരു തവണ പഠിച്ചു എന്ന് കരുതി ഒന്നും ആവില്ല, അത് 2ാമത് 100% റിവൈസ് ചെയ്യണം. എന്നാലേ നിങ്ങളുടെ പാളിച്ചകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ തിരിച്ചറിഞ്ഞ് 2ാമത് ചെയ്യാൻ പറ്റുള്ളൂ. സോ നിങ്ങൾ റിവൈസ് ചെയ്യണം. 3ാമത്തത് പ്രാക്ടീസ്. കാരണം ഇത് പ്രോബ്ലംസ് ആണുള്ളത്. കംപ്ലീറ്റ്ലി പ്രാക്ടീസ് ചെയ്യണം. ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട PYQ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചാപ്റ്റർ ക്വസ്റ്റ്യൻസോ നിർബന്ധമായും നിങ്ങൾ ചെയ്തിരിക്കണം. അത് ഇരുന്ന് ചെയ്യണം. ആ പ്രാക്ടീസിന് ഒരു പ്രശ്നമുണ്ട് കേട്ടോ.
രണ്ടാൾക്കാർ ഒരുമിച്ച് അങ്ങ് ചേരും, എയും ബിയും രണ്ടാൾക്കാർ ഒരുമിച്ച് ചെയ്യും. എന്നിട്ട് മറ്റവനെ കുറച്ച് നോക്കും, അങ്ങോട്ട് നോക്കും. സ്വന്തം ചെയ്ത ഉത്തരത്തിലൊരു കോൺഫിഡൻസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. അല്ലെങ്കിൽ പകുതി നോക്കിയിട്ട് പകുതി ചെയ്യും, എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ നോക്കും, പകുതി വരെ ശരിയാണ്, അല്ലെങ്കിൽ ഇവിടെ തെറ്റുണ്ട്, അത് മാറ്റും. അങ്ങനെ ചില ഫുൾ ആദ്യം ചെയ്യാം, എന്നിട്ട് എന്താ തെറ്റ് നോക്കാം, എന്നിട്ട് രണ്ടാമത് വീണ്ടും ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക ചെയ്ത് നോക്കാം. അപ്പോഴും ചിലപ്പോൾ ശരിയായില്ലെങ്കിൽ വീണ്ടും ജസ്റ്റ് നോക്കുക, എന്നിട്ട് വീണ്ടും ചെയ്യുക. അങ്ങനെ ഫുൾ ആൻസർ ചെയ്തതിന് ശേഷം മാത്രം എന്താ മതി, നിങ്ങൾ സൊല്യൂഷനിലേക്ക് നോക്കിയാൽ മതി. അങ്ങനെ സ്വന്തം ചെയ്യുന്ന പ്രാക്ടീസിൽ ഒരു കോൺഫിഡൻസ് വരണം, എന്നാലും നിങ്ങളൊരു പെർഫെക്റ്റ് അക്കൗണ്ടൻ്റ് ആവുള്ളൂ. എക്സാം ഹാളിൽ നന്നായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റാണോ മക്കളെ? ഈ ഒരു രീതി നിങ്ങൾ അക്കൗണ്ടൻസി പഠിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% മാർക്ക് വാങ്ങാൻ പറ്റും. 60 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ വാങ്ങാൻ പറ്റും. സെറ്റല്ലേ? നന്നായിട്ട് പഠിക്കൂലേ? അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാർക്ക് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഫുൾ മാർക്ക് നിങ്ങൾ വാങ്ങണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സും താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സെറ്റല്ലേ മക്കളെ? ഓൾ ദ ബെസ്റ്റ്.